പാലക്കാട് നഗരസഭയ്ക്കും പിരായിരി പഞ്ചായത്തിന് ഭാഗികമായും വെള്ളം നൽകുന്നതിന് ഒരു ദിവസം ആവശ്യം 45 ദശലക്ഷം ലിറ്ററാണ്. 45 ദശലക്ഷം ലിറ്റർ. അപ്പോഴാണ് ഒരു പത്രം വാർത്ത കൊടുത്തത് ഒരു 0 കൂട്ടിക്കൊടുത്തു, 400 ദശലക്ഷം ലിറ്റർ എന്ന്. ഇതെല്ലാം ആധികാരികമായിട്ട് കണക്കുള്ളതാണല്ലോ. 45 ദശലക്ഷം ലിറ്ററാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പൂർണ്ണമായിട്ടും പിരായിരിക്ക് ഭാഗികമായിട്ടും വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 0 കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല, 3 കണക്ക് 3 യൂണിറ്റിൽ കൊടുത്തു. ഇപ്പോൾ ക്യൂബിക് മീറ്ററിൽ ഒരു കണക്ക് കൊടുത്തു. മലമ്പുഴയിലെ സംഭരണ ശേഷി ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അത് ആൾക്കാർക്ക് സാധാരണ ആർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ സംഭരണശേഷി കുറച്ച് കാണിക്കുന്ന തരത്തിൽ കണക്ക് കൊടുത്തു. നഗരസഭയ്ക്കുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, കൂട്ടിക്കാണിച്ചു. 45 ദശലക്ഷം ലിറ്റർ 400 ദശലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു. പിന്നെ കമ്പനിക്ക് വേണ്ടത് 10 ലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു. അപ്പോൾ ഒരു ഭീതി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ കണക്കുകൾ നമുക്ക് നോക്കാമല്ലോ. പാലക്കാട് നഗരസഭയ്ക്കും പിരായിരിക്കും ഭാഗികമായിട്ട് കൊടുക്കുന്നു. പിന്നെ പുതുപ്പരിയാരം, അകത്തേത്തറ, മരുതറോഡ് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും, മുണ്ടൂരിന് ഭാഗികമായും വെള്ളം കൊടുക്കുന്നു. ഇതിനെല്ലാം കൂടി ദിനംപ്രതി ആവശ്യം 21.5 ദശലക്ഷം ലിറ്ററാണ്. പുതുശ്ശേരിക്ക് വേണ്ടി 5 ദശലക്ഷം ലിറ്ററിൻ്റെ പദ്ധതി പുരോഗമിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ചേർത്താൽ, പുരോഗമിക്കുന്നത് കൂടി ചേർത്താലും പ്രതിദിനം ആവശ്യമായി വരുന്നത് 81.5 ദശലക്ഷം ലിറ്റർ മാത്രമാണ്. 81.5 ദശലക്ഷം ലിറ്റർ. മഴക്കാലത്ത് ഇതേ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല, കാരണം ഇത്രയും വെള്ളം മഴക്കാലത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ കണക്കാക്കുക. വാദത്തിന് വേണ്ടി മഴക്കാലത്തും ഇത്രയും വെള്ളം ആവശ്യമാണ് എന്ന് കണക്കാക്കിയാലും 81.5 × 365 എത്ര വെള്ളം വരും? 29,747.5 ദശലക്ഷം. 29,747.5 ദശലക്ഷം. അതായത് ഒരു വർഷം കുടിവെള്ളത്തിനാവശ്യമായിട്ട് വരുന്നത് ഒറ്റത്തവണ സംഭരിക്കുന്ന വെള്ളത്തിൻ്റെ 13.16% മാത്രമാണ്. ഇതൊക്കെ ആധികാരികമായ കണക്കുകളാണ്. 13.16% വെള്ളം മാത്രമാണ്. കുടിവെള്ളത്തിന് പരമാവധി 96 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട്, 10 വർഷത്തിനിടയിൽ ജലദൗർലഭ്യം കൊണ്ട് മലമ്പുഴ ഡാമിൻ്റെ പ്രവർത്തനം നിർത്തേണ്ടി വന്നിട്ടില്ല, വെട്ടിക്കുറയ്ക്കേണ്ടിയും വന്നിട്ടില്ല. കൃഷി ആവശ്യത്തിന് സാധാരണ വെള്ളം കൊടുക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി 15 വരെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടിട്ടില്ല. ഇനി ഈ പ്ലാന്റിന്, എത്തനോൾ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായി വരുന്ന വെള്ളം എത്രയാണ്? തുടക്കത്തിൽ 0.05 ദശലക്ഷം ലിറ്റർ. 0.05 ദശലക്ഷം. പൂർണ്ണ തോതിലായാൽ വേണ്ടത് 0.5 ദശലക്ഷം ലിറ്റർ. ഫുൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ 0.5 ദശലക്ഷം ലിറ്റർ. അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിൻ്റെ 1.1% മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം. ആകെ വെള്ളം ഞാൻ പറഞ്ഞത്, ഈ പ്ലാന്റിന് ആകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ 1.1%. അതും ഫാക്ടറി പൂർണ്ണ തോതിലാകുമ്പോഴേ അത് വരൂ. ജല അതോറിറ്റി കമ്പനിക്ക് ആവശ്യമായ വെള്ളം അധികം പ്രത്യേകമായി നൽകുന്നല്ല പറഞ്ഞിട്ടുള്ളത്. മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്ക്, മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് IITയിലേക്കും പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. 10 MLD വെള്ളം പ്രതിദിനം കൊടുക്കാനുള്ള ധാരണയുണ്ട്, കരാറുണ്ട്. ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. ഈ ലൈനിൽ നിന്ന് ഈ കമ്പനിക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതാണ്. കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ്. 10 ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കാനുള്ള കരാർ. 10 ദശലക്ഷം കിൻഫ്രയ്ക്കും IITക്കും. ഇവർക്ക് ആവശ്യം വരുന്നത് എത്ര? പൂർണ്ണ തോതിലായാൽ 0.5 ദശലക്ഷം ലിറ്ററാണ്.
അപ്പോൾ മലമ്പുഴയിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ധാരണയുണ്ട്. ഇനി ആ ധാരണ എന്നുണ്ടാക്കിയതാണ്? അതുകൂടി നമുക്ക് നോക്കാം. ഇത് 31/1/2015 ആണ് കിൻഫ്രയ്ക്ക് 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത്. അന്നാരാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? 31/1/2015 ഉമ്മൻചാണ്ടി, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻ ദ മീറ്റിംഗ് ചെയർഡ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ 15 സെപ്റ്റംബർ 2011 അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ, അതായത് 2011 സെപ്റ്റംബർ 15 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനമാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത്. It was decided that irrigation department will allow Kinfra to draw 10 MLD water from the Malambura Dam to Palakkad Industrial Water Supply Scheme. Further allotment will be taken after assessing the availability of water. അതായത് 10 ലക്ഷം MLD കൊടുക്കാൻ 10 MLD കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കി വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം. ഇവിടെ ഈ 10 MLDയിൽ നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി. ഇവർക്ക് ആവശ്യം എത്ര? 0.5 MLD ആണ്. 0.5 MLD ആണ്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും മൂടി വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതാണ് മലമ്പുഴ ഡാമിലെ വെള്ളത്തിൻ്റെ സ്ഥിതി. പിന്നെ ഇത് മാത്രമല്ല, ഡാമിലെ വെള്ളം മാത്രമല്ല, കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെ ഉണ്ട്. അപ്പം മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യമാണ്, മഴനിഴൽ പ്രദേശത്ത് എന്ത് മഴവെള്ള സംഭരണി? അവിടെ എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും? ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ടെ പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഒരാളും വാർത്ത കൊടുത്തുമില്ല, ചോദിച്ചുമില്ല. എന്താണെന്നറിയാമോ? ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത്. അഹല്യ വടകരപ്പതി, എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ 2 പഞ്ചായത്തുണ്ട്. അവിടെ 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളുണ്ട്. 12 എണ്ണം. ഓരോന്നിൻ്റെയും കപ്പാസിറ്റി 2 കോടി ലിറ്ററാണ്. 2 കോടി ലിറ്റർ. 5 ഏക്കർ മുതൽ 6.5 ഏക്കർ വരെ ഓരോന്നുമുണ്ട്. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ പുള്ളി പോലെയല്ല വടകരപ്പതി, ചിറ്റൂർ താലൂക്കിലാണത്. രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയും ഈ എലപ്പുള്ളിയിലും കൂടി 2 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. 24 കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട്. ബോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതല്ല അതൊക്കെ. അപ്പോൾ 24 കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട്. ഇനി കിൻഫ്രയുടെ തന്നെ ഉണ്ട്. കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇതേ മേഖലയിലുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്.